വെൽക്കം ഫ്രണ്ട്സ്, വെൽക്കം ടു എൽ ഫോർ ലീഗൽ സ്റ്റഡീസ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒഫൻസ് റിലേറ്റിംഗ് ടു മാരേജസ്, അതായത് കല്യാണവുമായിട്ട് റിലേറ്റ് ചെയ്ത് IPC പറഞ്ഞിരിക്കുന്ന ഒഫൻസുകളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്കത് അതിന്റെ സെക്ഷൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ 493 മുതൽ 498 വരെ അതാണ് ഒഫൻസ് റിലേറ്റഡ് ടു മാരേജ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ 493 തൊട്ട് 498 വരെ ഒറ്റയടിക്ക് ഒരുമിച്ചങ്ങ് പഠിക്കാം. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ 493 തൊട്ട് 498 വരെ എന്തൊക്കെ ഒഫൻസ് ആണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോക്ക് മാരേജ്, ബൈഗമി, അഡൾട്ടറി, പിന്നെ എലോപ്മെന്റ്. അപ്പൊ ഇത്രയും ഒഫൻസ് ആണ് വരുന്നത്. ഇതിനെ നമുക്ക് ഷോർട്ട് കട്ട് എന്നുള്ള രീതിയിൽ MBA എലോപ്മെന്റ് എന്ന് ഓർത്തിരുന്നത്. അതായത് M എന്ന് പറയുന്നത് മോക്ക് മാരേജ്, B എന്ന് പറയുന്നത് ബൈഗമി, A എന്ന് പറയുന്നത് അഡൾട്ടറി, E എന്ന് പറയുന്നത് എലോപ്മെന്റ്, അതായത് MBA എലോപ്മെന്റ്. ഇതിന്റെ സെക്ഷൻ 493 തൊട്ട് 498 വരെയാണ്. അപ്പൊ ഇത് സെക്ഷൻ വൈസ് പഠിക്കാനും ഈസി ആയിട്ടൊരു മെത്തേഡ് ഉണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും MBA എലോപ്മെന്റ് 493 496 അതെന്ന് പറയുന്നത് മോക്ക് മാരേജ് ആണ്, കണ്ടോ? അപ്പൊ 493 496 എന്ന് പറയുന്നത് മോക്ക് മാരേജ് ആണ്. അതിന്റെ മിഡിൽ വരുന്ന 494 95 എന്ന് പറയുന്നത് ബൈഗമിയുടെ സെക്ഷൻ. അതേപോലെ അഡൾട്ടറി 497 ആണ്. എലോപ്മെന്റ് എന്ന് പറയുന്നത് 498 ആണ്. അപ്പം 3 6 4 5 7 8 ആ പോകുന്നതിന് ഒരു സിമിലാരിറ്റി ഉണ്ട്. ആ സെക്ഷന്റെ നമ്പർ പോകുന്ന ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സെക്ഷൻ വൈസും എഴുതാൻ പറ്റും. അപ്പം MBA എലോപ്മെന്റ് ഓർക്കുക, 3 6 4 5 7 8 ആ ഒരു ഡിജിറ്റ് ആണ് പോകുന്നതെന്ന് ഓർക്കുക. അതായത് 3ഉം 6ഉം മോക്ക് മാരേജും, 4ഉം 5ഉം ബൈഗമിയും, 7 അഡൾട്ടറി, 8 എലോപ്മെന്റ്. അപ്പൊ ഇങ്ങനെ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു സെക്ഷൻ വൈസ് ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പൊ നമുക്ക് മോക്ക് മാരേജ് എന്താണെന്ന് നോക്കാം. അപ്പൊ മോക്ക് എന്ന് പറയുന്ന വേർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുക എന്താണ് ഒരു ട്രയൽ അല്ലെങ്കിൽ ഒരു റിയൽ അല്ല, നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന പോലത്തെ മോക്ക് ഡ്രിൽ എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ മോക്ക് മാരേജ് എന്ന് പറയുന്ന ഒഫൻസ് എങ്ങനെ വരുന്നു സിമ്പിൾ ആയിട്ട് പറയാം. അതായത് ഒരു കല്യാണം, ഒരാൾ X എന്ന് പറയുന്ന ഒരാൾ കല്യാണം കഴിക്കുന്നു. ആ കല്യാണം ഒരു റിയൽ കല്യാണമല്ല. അപ്പൊ റിയൽ കല്യാണം അല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് അതെന്താണ് റിയൽ കല്യാണം അല്ല എന്ന് പറയും. ഇപ്പൊ നമ്മുടെ പേഴ്സണൽ ലോ എടുത്താലും ഹിന്ദു മാരേജ് ആക്ടോ അങ്ങനെ എന്തെടുത്താലും, അല്ലെങ്കിൽ നമ്മൾ സ്പെഷ്യൽ മാരേജ് ആക്ട് എടുത്താലും, ഒരു കല്യാണത്തിൻ്റെതായിട്ടുള്ള ലീഗൽ വാലിഡിറ്റി ഉണ്ടാവണമെങ്കിൽ ചില കണ്ടന്റ്സും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്നും ഫോളോ ചെയ്യാത്ത ഒരു കല്യാണമാണെങ്കിൽ നമുക്കതൊരു കല്യാണമാണെന്ന് കോർട്ട് അക്സെപ്റ്റ് ചെയ്യാത്ത കല്യാണങ്ങളാണ്. അപ്പോൾ ഒരു സിനാരിയോയിൽ അങ്ങനെ ഒരു കല്യാണം കഴിച്ചതായിട്ട് വിചാരിക്കും, അതായത് റിയൽ കല്യാണം അല്ല. രണ്ടാമത്, ഇദ്ദേഹം ഈ റിയൽ കല്യാണം അല്ലാത്ത കല്യാണത്തിൽ കഴിക്കുന്ന പെൺകുട്ടിയെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് എന്താണ് ഇതൊരു റിയൽ കല്യാണമാണ്. അയാൾ പറഞ്ഞ് വിശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ ആ കുട്ടിക്ക് അങ്ങനെ മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇതൊരു റിയൽ കല്യാണമാണ്, അത് ഈ പെൺകുട്ടി അയാളുടെ ലീഗൽ വൈഫാണെന്നും വിശ്വസിപ്പിക്കും. ശരിക്കും എന്താണ് റിയൽ കല്യാണമല്ല, ലീഗൽ വൈഫും അല്ല. അപ്പൊ അങ്ങനെ വിശ്വസിപ്പിച്ചിട്ട് അയാള് ആ പെൺകുട്ടിയുമായിട്ട് കൊഹാബിറ്റ് ചെയ്യുക, അതായത് ഒരുമിച്ച് താമസിക്കുക, ഒരുമിച്ച് ജീവിക്കുക, പ്ലസ് സെക്ഷൽ ഇന്റർകോഴ്സും ചെയ്യുക എന്നുണ്ടാകുമ്പോഴാണ് ഈ ഒഫൻസായ മോക്ക് മാരേജ് വരുന്നത്. ആ മോക്ക് മാരേജിന്റെ 493 എന്ന് പറയുന്ന സെക്ഷൻ ഈ പറയുന്ന സിനാരിയോയിലാണ് ആപ്ലിക്കബിൾ. അപ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഒരു റിയൽ കല്യാണമല്ല. ആ കല്യാണം കഴിച്ചതിന് ശേഷം ആ പെൺകുട്ടിയെ ഈ കല്യാണം കഴിച്ച ആൾ എന്ത് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് ഇത് റിയൽ കല്യാണമാണെന്നും ആ പെൺകുട്ടി അയാളുടെ ലീഗൽ വൈഫാണെന്നും വിശ്വസിപ്പിക്കുന്നു. അതിനുശേഷം അയാൾ കൊഹാബിറ്റും സെക്ഷൽ ഇന്റർകോഴ്സും ചെയ്തു കഴിഞ്ഞാൽ 493 എന്ന് പറയുന്ന ഈ ഒരു ഒഫൻസ് വരികയാണ്. അതായത് മോക്ക് മാരേജിന്റെ 493 എന്ന് പറഞ്ഞ സെക്ഷൻ വരികയാണ്. ഈ മോക്ക് മാരേജിൽ തന്നെ 496 എന്ന് പറഞ്ഞ മറ്റൊരു ഒഫൻസ്, ചെറിയൊരു ഡീവിയേഷനും മറ്റൊരു ഒഫൻസും കൂടാണ്. ആ ഒഫൻസിലേക്ക് എത്താൻ സിമ്പിളാണ്. ഇതേപോലെ തന്നെ റിയൽ അല്ലാത്ത കല്യാണം കഴിക്കുന്നു, ആ പെൺകുട്ടിയെ ലീഗൽ വൈഫാണെന്ന് വിശ്വസിപ്പിക്കുന്നു. അതിനുശേഷം കൊഹാബിഷനോ സെക്ഷൽ ഇന്റർകോഴ്സോ അല്ല നടക്കുന്നത്. അയാൾ എന്ത് ചെയ്യാണ്, ആ ഒരു ഇന്റൻഷൻ, അയാളുടെ ഇന്റൻഷൻ എന്തിനു വേണ്ടിയിട്ടുള്ള ഇന്റൻഷൻ ആയിരുന്നു, പൈസ എടുത്തുകൊണ്ട് പോകാൻ, അല്ലെങ്കിൽ പൈസ തട്ടിയെടുക്കാനോ പൈസ സ്വന്തമാക്കാനോ, അതൊക്കെ ആയിരിക്കാം അങ്ങനത്തെ ഒരു ഇന്റൻഷൻ. ആ ഇന്റൻഷൻ ആണെങ്കിൽ ആ ഒഫൻസിന്റെ പേര് മോക്ക് മാരേജ് തന്നെയാണ്, പക്ഷെ 496 ആണ്. കാരണം പണിഷ്മെന്റിനൊക്കെ ഡിഫറൻസ് ആണ്, ഇൻഗ്രീഡിയൻസും ഡിഫറൻസ് ആണ്, ഇന്റൻഷൻ ബേസിക്കലി ഡിഫറെന്റ് ആണ്. ആദ്യത്തെ ഇന്റൻഷൻ എന്തായിരുന്നു, കൊഹാബിറ്റ് ചെയ്യാനും സെക്ഷൽ ഇന്റർകോഴ്സും ചെയ്യാനുമായിരുന്നു ആദ്യം അയാള് 493 അയാൾക്കുണ്ടായിരുന്ന ഇന്റൻഷൻ. 496 വന്നപ്പോ ഇന്റൻഷൻ എന്തായി, കൊഹാബിഷനോ സെക്ഷൽ ഇന്റർകോഴ്സോ അല്ല, പക്ഷെ എന്താണ്
മണി ആയിരിക്കാം, അല്ലെ, മണി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, ഈ രണ്ടെണ്ണം ഒഴിച്ച് കൊഹാബിഷനോ സെക്ഷൽ ഇന്റർകോഴ്സോ ഒഴിച്ച് മറ്റൊരു ഇന്റൻഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ 496 എന്ന് പറയും. അപ്പൊ 493 ആണെങ്കിൽ കണ്ടു പണിഷ്മെന്റ് അപ് ടു 10 years and fine. കാരണം അവിടെ എന്താണ് ഇന്റൻഷൻ? ടു കൊഹാബിറ്റ് ആൻഡ് ടു ഹാവ് സെക്ഷൽ ഇന്റർകോഴ്സ്. അതേ സമയത്ത് ഈ കൊഹാബിഷനോ സെക്ഷൽ ഇന്റർകോഴ്സോ ഇല്ലാതെ ഇതേ പറയുന്ന മോക്ക് മാരേജ് ചെയ്താൽ 496 പണിഷ്മെന്റ് പറയുന്നത് 7 years and fine ആണ്. അപ്പൊ ഇവിടെ എന്താണ്? കൊഹാബിഷനും സെക്ഷൽ ഇന്റർകോഴ്സും അല്ലാതെ ഫോർ ദ പർപ്പസ് ഓഫ് മണി അല്ലെങ്കിൽ ഓർണമെന്റ്സ് അങ്ങനെയുള്ള എന്തെങ്കിലും ആയിരിക്കും അയാളുടെ ഇന്റൻഷൻ. അപ്പൊ ഇതാണ് 493 496 ആയിട്ടുള്ള ഡിഫറൻസ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത ഇതുപോലെ വരുന്ന ഒരു സെക്ഷനാണ് ബൈഗമി. അപ്പൊ ബൈഗമിയിൽ 494 495 അങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ബൈഗമി എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് എന്നുള്ളൊരു മീനിങ് ബൈ എന്ന് പറയുമ്പോൾ സാധാരണ വരാറുണ്ട്. ബൈഗമി 2 വൈഫ് എന്നുള്ളൊരു സിനാരിയോ കൂടെ വരും. അപ്പൊ ബൈഗമിയിൽ തന്നെ നമുക്ക് 494 സിനാരിയോ എന്താണെന്ന് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ഓൾറെഡി 2 വൈഫ് വരുന്ന ഒരു സിറ്റുവേഷനാണ്. ഓക്കെ, ഇപ്പൊ 494 ആദ്യമാണ് ഒരു കല്യാണം കഴിക്കുന്നത്. ആ കല്യാണം വാലിഡ് ആയിട്ടുള്ള ഒരു കല്യാണം തന്നെയാണ്. കല്യാണം കഴിച്ച പെൺകുട്ടി ലീഗൽ വൈഫുമാണ്, അതിൽ യാതൊരു മാറ്റമില്ല. ആ കല്യാണം കഴിക്കുന്നു, ആ കല്യാണം സബ്സിസ്റ്റ് ചെയ്യുന്നു, അതായത് ആ വൈഫ് അതുപോലെ തന്നെ ഉണ്ട്, ഒരു പ്രശ്നമില്ല, അവർ തമ്മിൽ ഡിവോഴ്സ് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, ആ മാരേജ് വാലിഡ് ആയി തന്നെ നിലനിൽക്കുക. ഇതേ സമയത്ത് അയാൾ എന്ത് ചെയ്യാണ്? വീണ്ടും ഒരു കല്യാണം കഴിക്കുകയാണ്. അങ്ങനെ കഴിക്കുന്ന രണ്ടാമത്തെ കല്യാണം ശരിക്കും എന്തായിരിക്കണം? ഒരിക്കലും അത് വാലിഡ് ആയിട്ടുള്ള ഒരു കല്യാണം ആകാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അയാൾക്ക് എന്താണ് അറ്റ് എ ടൈം ഒരു വൈഫേ പാടുള്ളൂ. അപ്പൊ അയാൾ രണ്ടാമതൊരു കല്യാണം കഴിച്ചാൽ ആ കല്യാണം എന്താണ്? വാലിഡ് അല്ല. അപ്പൊ ഓൾറെഡി ഒരു കല്യാണം കഴിച്ചാൽ അത് വാലിഡ് ആയിരുന്നു, ആ വൈഫ് ജീവിച്ചിരിക്കുന്ന അതേ സമയത്തും അതേ കല്യാണം നിലനിൽക്കുന്ന സമയത്തും അയാൾ മറ്റൊരു കല്യാണം കഴിക്കുക, രണ്ടാമത്തെ കല്യാണം വോയിഡാണ്. അങ്ങനെ ഒരു സിനാരിയോ വന്നു കഴിഞ്ഞാൽ 494 നമ്മൾ അതിനെ എന്താണ്? ബൈഗമി എന്ന് പറയുന്ന ഒരു ഒഫൻസ് അയാളുടെ പേരിൽ ചാർജ് ചെയ്യാൻ പറ്റും. അതിന്റെ പണിഷ്മെന്റ് എന്താണ്? 7 years and fine ആണ് 494 പറയുന്നത്. ഇനി 495 നോക്കിക്കഴിഞ്ഞാൽ എളുപ്പമാണ്. ഇതിൽ ഒരു കണ്ടന്റ് മാറിയാൽ മതി. അതായത് ഇതേപോലെ തന്നെ ഒരു കല്യാണം കഴിക്കുന്നു, ആദ്യത്തെ കല്യാണം വാലിഡ് ആണ്, വൈഫ് ലിവിങ് ആണ്, കല്യാണത്തിനൊന്നും സംഭവിച്ചിട്ടില്ല. അതേ സമയത്ത് അയാൾ വീണ്ടും രണ്ടാമത് കല്യാണം കഴിക്കുന്നു, അതായത് ഒരു വോയിഡ് ആയിട്ടുള്ള ഒരു കല്യാണം. അതിനോടൊപ്പം തന്നെ രണ്ടാമത് കല്യാണം കഴിച്ച പെൺകുട്ടിയുടെ അടുത്ത് അയാൾ കൺസീൽ ചെയ്ത് വെക്കുകയാണ്. അയാൾ ഇതിനു മുമ്പ് കല്യാണം കഴിച്ചിട്ടുള്ള കാര്യം ഒളിച്ചു വെക്കുന്നു. അപ്പൊ ഒഫൻസിന്റെ ഗ്രാവിറ്റി മാറും. രണ്ടാമത് കല്യാണം കഴിക്കുമ്പോൾ ആദ്യത്തെ കല്യാണം ഒളിച്ചു വെച്ച് കല്യാണം കഴിക്കുകയാണെങ്കിൽ നമ്മൾ 495 പറയും. അതിന്റെ പണിഷ്മെന്റ് എന്താണ്? 10 years and fine ആണ്. അതേ സമയത്ത് ഈ ബൈഗമിക്ക് കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. ആ എക്സെപ്ഷൻസ് നമുക്ക് പെട്ടെന്ന് പഠിക്കാനായിട്ട് VD7M എന്നൊരു കോഡ് വെച്ചിട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക. VD7M ഇതൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂലാണ് ഞാൻ പറയുന്നത്. അപ്പൊ എക്സെപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ എക്സെപ്ഷൻ, പ്രീവിയസ് മാരേജ് ഡിക്ലെയർഡ് വോയിഡ് ബൈ എ കോമ്പിറ്റന്റ് കോർട്ട്. ആദ്യത്തെ കല്യാണം വോയിഡ് ആയിട്ട് ഒരു കോടതി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാം? രണ്ടാമത് കല്യാണം കഴിക്കാം. അപ്പൊ വോയിഡ് ആണെന്ന് ഒരു കോടതി പറയണം. ആ പറയുന്ന കോടതി ഏതാണെന്നാണ് ഇമ്പോർട്ടന്റ്. എന്ത് കോടതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ബൈ എ കോമ്പീറ്റന്റ് കോർട്ട് എന്നാണ്. കോമ്പീറ്റന്റ് കോർട്ട് ജനറൽ മീനിങ് പറയുകയാണെങ്കിൽ ഒരുപാട് ഡെപ്ത് ഉണ്ട്. ജനറൽ മീനിങ്ങിൽ നമ്മളൊന്ന് പറയുകയാണെങ്കിൽ ഏത് കോടതിക്കാണോ ആ മാരേജ് അല്ലെങ്കിൽ ആ ഒരു മാറ്ററിൽ തീരുമാനം എടുക്കാൻ കഴിയുന്നത്, ജൂറിസ്ട്രിക്ഷൻ ഉള്ള ആ കോടതിയാണ് നമ്മൾ ബേസിക് ആയിട്ട് കോമ്പീറ്റന്റ് കോർട്ട് എന്ന് പറയുന്നത്. അതിന് ഇൻ ഡെപ്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, എന്നാലും നമ്മൾ ഈ ഒരു മീനിങ് മനസ്സിലാക്കി വയ്ക്കാം. രണ്ടാമത്തെ പോയിന്റ്, പ്രീവിയസ് മാരേജ് ഡിസോൾവ്ഡ് ബൈ എ ഡിക്രി ഓഫ് ഡിവോഴ്സ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ആദ്യത്തെ കല്യാണത്തിന്റെ തീരുമാനം, അതായത് ഒരു ഡിവോഴ്സ് ഡിഗ്രി കോടതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് സ്വാഭാവികമായിട്ട് രണ്ടാമത്തെ കല്യാണം കഴിക്കും. അപ്പൊ എന്താണ്? ബൈഗമി വരുന്നില്ല. മൂന്നാമത്, ഫോർമർ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് ഹാസ് ബീൻ ആബ്സെന്റ് ഫോർ കണ്ടിന്യൂസ് 7 years. ഇതാണ് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം. IPCയുടെ ഒരു കൺസെപ്റ്റാണ്, അല്ലെങ്കിൽ നമ്മുടെ ലോയുടെ ഒരു കൺസെപ്റ്റാണ് ഈ ഒരു 7 years. അതായത് ഇതിനു മുമ്പ് കല്യാണം കഴിച്ച, ആദ്യം കല്യാണം കഴിച്ച ഹസ്ബൻഡിനെയോ വൈഫിനെയോ, ഹസ്ബൻഡിന്റെ പെർസ്പെക്റ്റീവിലാണ് പറയുകയാണെങ്കിൽ വൈഫ്, വൈഫിന്റെ പെർസ്പെക്റ്റീവ് ആണെങ്കിൽ ഹസ്ബൻഡ്, ഇവരാരെങ്കിലും ഒരാള് 7 വർഷമായിട്ട് ഇവരെ പറ്റി ഒരു അറിവില്ല. അവർ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ടോ ഇല്ലേ ഒന്നും നമുക്ക് 7 വർഷം, അതും വെറും 7 വർഷമല്ല, കണ്ടിന്യൂസ് പീരീഡ് ഓഫ് 7 years എന്നാണ് പറയുന്നത്. ഇടയ്ക്ക് 2 വർഷം ആകുമ്പോൾ നമ്മൾ ചുമ്മാ ഒന്ന് ഫോൺ ചെയ്യുകയോ ഇടയ്ക്ക് ഒന്ന് വീട്ടിൽ വന്നിട്ട് പോയോ, അങ്ങനെയല്ല. കണ്ടിന്യൂസ് ആയിട്ട് 7 വർഷമായിട്ട് നമുക്ക് ഇവരെ പറ്റി, ഹസ്ബൻഡ് ആണെങ്കിൽ വൈഫിനെ പറ്റി വിവരമില്ല, വൈഫിനെങ്കിൽ ഹസ്ബൻഡിനെ പറ്റി വിവരമില്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് മറ്റൊരു കല്യാണം കഴിക്കാം.
അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ മാരേജ് വോയിഡ് അല്ല, വാലിഡ് ആണ്. ബൈഗമി എന്ന് പറയുന്ന ഒരു സെക്ഷൻ ആപ്ലിക്കബിൾ അല്ല. അടുത്തത്, ഫസ്റ്റ് മാരേജ് ഈസ് എ മുസ്ലിം മെയിൽ ആൻഡ് ഹി ക്യാൻ മാരി 4 wives അക്കോർഡിംഗ് ടു പേഴ്സണൽ ലോ. അത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. മുസ്ലിം പേഴ്സണൽ ലോ, അവരുടെ പേഴ്സണൽ ലോ പ്രകാരം ഒരു മെയിൽ മുസ്ലിമിന് എത്ര 4 കല്യാണം കഴിക്കാം. അപ്പൊ അങ്ങനെ അയാൾ ഒരു മെയിൽ മുസ്ലിം ആണ്, 2 കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ് ബൈഗമി എന്ന് പറയുന്ന ഒരു ഒഫൻസിലേക്ക് വരുന്നില്ല. അപ്പൊ ഇതിന്റെ ഒരു കോഡ് ഓർത്ത് വയ്ക്കുക. VD7M എന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഈ എക്സെപ്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഒറ്റ സ്ട്രെച്ചിൽ എഴുതാൻ പറ്റും. ഈ ബൈഗമിയില് നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു പ്രോബ്ലം ബേസിലൊക്കെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് കൺവേർഷനാണ്, അല്ലെ? നമ്മൾ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് കൺവേർട്ട് ആവും. അപ്പൊ നമ്മളെ പേഴ്സണൽ ലോ മാറുകയാണ്. അപ്പൊ നമുക്ക് എന്തായിരിക്കും ബൈഗമിയുടെ ഒഫൻസിന്റെ ഒരു ഗ്രാവിറ്റി, അല്ലെങ്കിൽ അതൊരു ഒഫൻസ് ആവും എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ കൺവേർഷൻ നടക്കുകയാണ്. ആ കൺവേർഷൻ എന്താണ്? ഒരു ഹിന്ദു ആയിട്ടൊരാളോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ ഒരു പാർസി ആയിട്ടുള്ള ഒരാളോ അങ്ങനെ ഒരു കല്യാണം കഴിച്ചിട്ട് പിന്നീട് അയാൾ വേറൊരു മതത്തിലേക്ക് മാറിയാലും ആദ്യത്തെ കല്യാണം നമ്മൾ വോയിഡ് ആണെന്ന് പറയുന്നില്ല. അപ്പൊ അങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് അയാൾ വേറെ കല്യാണം കഴിച്ചാലും എന്താണ്? ബൈഗമി എന്ന് പറയുന്ന ഒഫൻസ് അവിടെ അട്രാക്ട് ചെയ്യും. ഓർക്കുക. അപ്പൊ ഹിന്ദു ആയിട്ടുള്ള ഒരാള് അപ്പൊ മുസ്ലിം ആയി കഴിഞ്ഞാൽ എനിക്ക് 4 കല്യാണം കഴിക്കാലോ എന്ന് പറഞ്ഞിട്ട് ഒരു ഹിന്ദു ഒരാൾ എന്താ മതം മാറി മുസ്ലിം ആയി, അങ്ങനെ പറ്റുമോ? പറ്റില്ല. അങ്ങനെ ഹിന്ദുവോ ക്രിസ്ത്യനോ പാർസിയോ അങ്ങനെയുള്ള ഒരാളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. മതം മാറിയിട്ട് മുസ്ലിം ആയിട്ട് പിന്നീട് കല്യാണം കഴിച്ചാലും എന്താണ്? ഒഫൻസ് ഓഫ് ബൈഗമി വരും. അതേസമയത്ത് ഒരു മുസ്ലിം മെയിലാണ്, അയാൾ എന്ത് ചെയ്യണം? വേറൊരു റിലീജിയനിലേക്ക് വരും, അല്ലെങ്കിൽ അങ്ങോട്ട് ഡിസോൾവ് ചെയ്യും. അങ്ങനെ വരികയാണെങ്കിൽ ഹിസ് ഫസ്റ്റ് മാരേജ് അണ്ടർ മുസ്ലിം ലോ, സോ ആഫ്റ്റർ കൺവേർഷൻ ഹി ക്യാൻ മാരി ഫോർ ദ സെക്കൻഡ് ടൈം. അതായത് ഒരു മുസ്ലിം മെയിലിനെ സംബന്ധിച്ചിടത്തോളം അയാൾ മുസ്ലിം ആയിരിക്കുമ്പോൾ ഒരു കല്യാണം കഴിച്ചു, പിന്നീട് അയാൾ മുസ്ലിം അല്ലാതെ മാറുകയാണ്. അങ്ങനെ അയാൾ മുസ്ലിം മതത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവരുടെ ലോ അനുസരിച്ച് എന്താണ്? അയാളുടെ ആദ്യത്തെ കല്യാണം ഡിസോൾവ് ആയി പോവാൻ. മുസ്ലിം ആയ ഒരാൾക്ക് വേണമെങ്കിൽ കൺവേർട്ടായി ഹിന്ദു ആയതിനു ശേഷം വീണ്ടും കല്യാണം കഴിക്കാം. അത് ഇറ്റ്സ് ടോട്ടലി ഡിപ്പെൻഡ് അപ്പോൺ എന്താണ്? പേഴ്സണൽ ലോയുടെ കാര്യം. അപ്പൊ ഈ ഒരു സിനാരിയോ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. പ്രോബ്ലം വരാണെങ്കിൽ അത് ഇമ്പോർട്ടന്റ് ആണ്. 497 നമുക്ക് ഇപ്പൊ റീസെന്റ് ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. 497 അഡൾട്ടറി എന്ന് പറയുന്നത് സ്ട്രൈക്ക് ഓഫ് ചെയ്ത ഒരു ഒഫൻസ് ആണ്. ഇപ്പൊ അതൊരു ഒഫൻസ് അല്ല. ഇത് ഇപ്പൊ ഒഫൻസ് അല്ല എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ കൂട്ടിച്ചേർത്ത് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ആസ് ഇറ്റ് ഈസ് IPCയിൽ ഒഫൻസ് അല്ലെങ്കിലും അതൊരു സ്ട്രോങ് ഗ്രൗണ്ട് ഫോർ എ ഡിവോഴ്സ് ആണ്, അല്ലെ? നമുക്കൊരു ഡിവോഴ്സ് കിട്ടാനായിട്ടുള്ള ഒരു ഗ്രൗണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് അഡൾട്ടറി യൂസ് ചെയ്യാം. പക്ഷെ അഡൾട്ടറി എന്ന് പറയുന്നത് ഒരു ഒഫൻസ് ആയിട്ട് ഒരാളെ നമുക്ക് പണിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇന്ന് 497 ഒരു ഒഫൻസ് അല്ല, ഒരു ഗ്രൗണ്ട് ഫോർ ഡിവോഴ്സ് ആണ്. എന്നാലും നമുക്ക് അതിന്റെ കണ്ടന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഹി ഷുഡ് ഹാവ് ഡൺ സെക്ഷൽ ഇന്റർകോഴ്സ് വിത്ത് എ വുമൺ. ഫസ്റ്റ് കണ്ടന്റ്, അതായത് ഒരു പെൺകുട്ടിയായിട്ടൊരു സെക്ഷൽ ഇന്റർകോഴ്സ് ചെയ്യാം. ആ സെക്ഷൽ ഇന്റർകോഴ്സ് ചെയ്യുന്ന സമയത്ത് ആരാണോ ചെയ്യുന്ന അയാൾക്ക് അറിയായിരിക്കണം ആ പെൺകുട്ടി എന്താണ്? മറ്റൊരാളുടെ ഭാര്യയാണെന്ന് അറിവുണ്ടായി. മൂന്നാമതായിട്ട് ആ പെൺകുട്ടിയുടെ ഭർത്താവിന്റെ കൺസെന്റ് ഇല്ലാതെ ആയിരിക്കണം ഈ ഒരു സെക്ഷൽ ഇന്റർകോഴ്സ് നടക്കുന്നത്. അപ്പം സെക്ഷൽ ഇന്റർകോഴ്സ് ഉണ്ടാവണം, ചെയ്യുന്ന ആൾക്ക് ആ പെൺകുട്ടി മറ്റൊരാളുടെ ഭാര്യയാണെന്ന് അറിഞ്ഞിരിക്കണം. അതേ സമയത്ത് ആ പെൺകുട്ടിയുടെ ഭർത്താവിന്റെ കൺസെന്റും ഇല്ലായിരിക്കണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്തിലേക്ക് വരുന്നത്? ഈ ഒഫൻസ് ഓഫ് അഡൾട്ടറിയിലേക്ക് വരുന്നത്. ഈ ഒരു സെക്ഷൽ ഇന്റർകോഴ്സിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, അതൊരു റേപ്പ് ആവാൻ പാടില്ല. അതായത് റേപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ്? നമുക്ക് വേറെ റേപ്പിന്റെ സെക്ഷനിലേക്ക് തന്നെ ഡയറക്റ്റ്ലി പോകാം. പക്ഷെ ഈ ഒരു അഡൾട്ടറി എന്ന് പറയുന്ന ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെയായിരുന്നു. അഡൾട്ടറി എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ സ്ട്രൈക്ക് ഡൗൺ ചെയ്ത ഒരു കേസാണ്. അത് കൊടുത്തിരുന്നത് ജോസഫ് ഷൈൻ എന്ന് പറയുന്ന ഒരാളാണ്. അയാള് ഒരു ബിസിനസ് ആണ്, കേരളത്തിലുള്ള ഒരാളാണ്. അടുത്ത വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്, അതായത് ക്രിമിനൽ എലോപ്മെന്റ് 498 ആണ്. അപ്പൊ ഇത് കിഡ്നാപ്പ് പോലെ നമുക്ക് തോന്നാം, പക്ഷെ അതല്ല, രണ്ടും ഡിഫറെന്റ് ആണ്. എക്സ് എന്ന് പറയുന്ന ഒരാളാണ് ഈ ക്രിമിനൽ എലോപ്മെന്റ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണ്? എക്സിന് അറിയായിരിക്കണം അയാളെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന പെൺകുട്ടി മറ്റൊരാളുടെ ഭാര്യയാണ്. അയാൾ ആ ഭാര്യ എവിടെ നിന്നാണ് കൊണ്ടുപോകേണ്ടത്? പിന്നെ കസ്റ്റഡി ഓഫ് ഹസ്ബൻഡ്, അല്ലെങ്കിൽ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ആരുടെ കസ്റ്റഡിയിലാണ് അവളുള്ളത് അവിടെ നിന്ന് കൊണ്ടുപോയി അയാൾ എന്ത് ചെയ്യണം? കൺസീൽ ചെയ്യണം, അല്ലെങ്കിൽ ഡീറ്റെയിൻ ചെയ്യണം. എന്തുകൊണ്ടാണ്? ഷീ മൈറ്റ് ഹാവ് ഇല്ലിസിറ്റ് ഇന്റർകോഴ്സ് വിത്ത് അനദർ പേഴ്സൺ. അങ്ങനെ അവളെ നമ്മൾ കൺസീൽ ചെയ്ത് വെക്കുകയാണ്. ഒരാൾ എക്സ് എന്ന് പറഞ്ഞ ആൾ കൺസീൽ ചെയ്ത് വെച്ചാൽ അതിന്റെ ഒഫൻസ് എന്താണ്? ക്രിമിനൽ എലോപ്മെന്റ് ആണ്. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വൈഫിന്റെ കൺസെന്റ്, ഈ പെൺകുട്ടി മറ്റൊരാളുടെ ഭാര്യയായ ആ കുട്ടിയുടെ കൺസെന്റ് ഇവിടെ ഒരു വിഷയമേ അല്ല.
അവളുടെ കൺസെന്റോടുകൂടി കൊണ്ടുപോയാലും നമ്മൾ ഈ സെക്ഷൻ എന്ത് തന്നെയാണ്, എലോപ്മെന്റിൽ തന്നെയാണ്. അതേസമയം ഭർത്താവ് തന്നെ അയച്ചതാണെങ്കിലോ എലോപ്മെന്റ് വരുന്നില്ല. അപ്പൊ ഈ പെൺകുട്ടിയുടെ കൺസെന്റ് അല്ല ഇവിടുത്തെ ഒരു ഫാക്ടർ. അപ്പൊ അതെന്താണ്, ഇമ്മെറ്റീരിയൽ എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഒഫൻസ് റിലേറ്റഡ് ടു മാരേജ്. നിങ്ങൾ എന്തായാലും ഒറ്റ ഷോർട്ട് കട്ടിൽ ഓർത്തിരിക്കുക. MBA എലോപ്മെന്റ് 493 തൊട്ട് 498 ആണ്. മോക്ക് മാരേജ് ആണ് സ്റ്റാർട്ടിങ് 493, 96. അത് കഴിഞ്ഞ് ബൈഗമിയാണെങ്കിൽ 490, 495. അഡൽട്ടറി സ്ട്രൈക്ക് ഔട്ട് ചെയ്തു 497 ആണ്. എലോപ്മെന്റ്, ക്രിമിനൽ എലോപ്മെന്റ് 498 ആണ്. ഇതിലൊക്കെ വരുന്ന ഡിഫറൻസ്, അതിന്റെ ചെറിയ ഇൻഗ്രീഡിയൻസ് ഉള്ള വ്യത്യാസമാണ്. അത് കറക്റ്റ് ആയിട്ട്